എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന ആധുനിക പെൻസിൽ അത് എങ്ങനെയാണ് ഉണ്ടായത്, അതിനെപ്പറ്റിയാണ് ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. പെൻസിലസ് എന്ന ലാറ്റിൻ വേർഡിൽ നിന്നുമാണ് പെൻസിൽ എന്ന പേര് വന്നത്. ആദ്യകാലങ്ങളിൽ പെൻസിലിന് പകരം ഇങ്ക് ബ്രഷുകളും പ്രധാനമായും പ്ലംബേഗോയുമായിരുന്നു ഉപയോഗിച്ചിരുന്നത്. പ്ലംബേഗോ നിർമ്മിച്ചിരുന്നത് ഗ്രാഫൈറ്റ് ഉപയോഗിച്ചുകൊണ്ടായിരുന്നു. ഗ്രാഫൈറ്റ് എന്താണ്, അതിനെപ്പറ്റി ചുരുക്കി ഒന്ന് പറയാം. ഗ്രാഫൈറ്റ് എന്നത് കാർബണിന്റെ ഒരു അപരരൂപമാണ്. കറുപ്പ് നിറത്തിലും ചാരനിറത്തിലും കാണപ്പെടുന്നു. എന്നാൽ ഇതിനെ ആദ്യകാലങ്ങളിൽ ഈയം എന്നും തെറ്റിദ്ധരിച്ചിരുന്നു. ഈ ഗ്രാഫൈറ്റ് ഉപയോഗിച്ച് എഴുതുവാനും വരയ്ക്കുവാനും നിർമ്മിച്ച വസ്തുവിനെയാണ് അന്ന് പ്ലംബേഗോ എന്ന് വിളിച്ചിരുന്നത്. അങ്ങനെയിരിക്കെ 1789 ഇന്ന് നാം കാണുന്ന പെൻസിൽ ഉടലെടുക്കുവാനുള്ള വിപ്ലവം ഉണ്ടായി. അതാണ് ഫ്രഞ്ച് വിപ്ലവം. ഇതോടുകൂടി ബ്രിട്ടൻ ഫ്രാൻസിന് മേൽ നാവിക ഉപരോധം ഏർപ്പെടുത്തുകയും 1790കളായപ്പോഴേക്കും ഫ്രാൻസിന് ആവശ്യമായ ഗുണനിലവാരമുള്ള ഗ്രാഫൈറ്റ് ഇറക്കുമതി ചെയ്യപ്പെടുന്നത് തടസ്സപ്പെടുകയും ചെയ്തു. അന്നത്തെ കാലത്ത് ബ്രിട്ടനിലെ ബോറോഡേൽ ഖനികളിൽ നിന്നുമായിരുന്നു ഫ്രാൻസിന് ആവശ്യമായ ഗ്രാഫൈറ്റ് ലഭിച്ചിരുന്നത്. അങ്ങനെ ഈ സംഭവങ്ങളെല്ലാം തന്നെ കൊണ്ടെത്തിച്ചതാകട്ടെ ഗ്രാഫൈറ്റ് ക്ഷാമത്തിലേക്ക്. ഇതിനൊരു പരിഹാരം കണ്ടെത്തിയത് ഫ്രഞ്ച് ശാസ്ത്രജ്ഞനും ചിത്രകാരനുമായിരുന്ന, കൂടാതെ നെപ്പോളിയൻ ബോണപ്പാർട്ടയുടെ സൈന്യത്തിലെ ഒരു ഉദ്യോഗസ്ഥനും കൂടിയായിരുന്ന നിക്കോളാസ് ജാക്കസ് കോണ്ടൈൻ ആയിരുന്നു. ഇതിനുവേണ്ടി ലഭ്യമായ ഗ്രാഫൈറ്റ് പൊടിയും കളിമണ്ണും ചേർത്ത് ഒരു മിശ്രിതമുണ്ടാക്കി ഇതിനെ ഒരു നേർത്ത വടിയായി മാറ്റുകയും അത് വെച്ചാണ് പിന്നീട് പെൻസിലിന്റെ ലെഡ് നിർമ്മിക്കുകയും ചെയ്തത്. കിളിൻ എന്ന മരത്തിന്റെ തടി കഷ്ണം കൊണ്ട് അവർ അത് പൊതിയുകയും പിന്നീട് ഇന്ന് നാം കാണുന്ന പെൻസിലായി രൂപാന്തരപ്പെടുത്തുകയും ചെയ്തു. പെൻസിലിന്റെ കട്ടി അത് നിർണയിക്കുന്നത് ഇതിൽ ചേർക്കുന്ന കളിമണ്ണിന്റെ അളവാണ്. നിക്കോളാസിന്റെ ഈ ഒരു കണ്ടുപിടുത്തം ഇന്നും പെൻസിൽ നിർമ്മാണത്തിൽ ഉപയോഗിക്കുന്നു. അങ്ങനെ ഫ്രഞ്ച് വിപ്ലവം, മറ്റൊരു വിപ്ലവം തുടങ്ങി, പെൻസിലിന്റെ വിപ്ലവം. അത് ഇന്നും തുടർന്നു പോകുന്നു. നിക്കോളാസ് കണ്ടുപിടിച്ച പെൻസിലുകൾ ഇന്നും നാം ഉപയോഗിക്കുന്നു. അങ്ങനെ ഗ്രാഫൈറ്റ് ക്ഷാമം കാരണം എഴുതുവാനും വരയ്ക്കുവാനും ബുദ്ധിമുട്ടിയിരുന്ന ഫ്രാൻസിലെ ജനങ്ങൾക്ക് വേണ്ടി നിക്കോളാസ് കൊണ്ടുവന്ന പെൻസിലുകൾ ഇന്ന് ലോകം മുഴുവനും കീഴടക്കി. വീണ്ടും മറ്റൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോയുമായി നമുക്ക് കാണാം.